നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ സജീവമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. ഒപ്പം പുണ്യമായ റംസാന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. പ്രാർത്ഥനയുടെയും പുണ്യത്തിന്റെയും നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വാർത്ത ഇന്ന് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വരാനുള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കർണാടകയിലെ MLA മാർ വരുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെയുണ്ട്. ഏറ്റവും സജീവമായിട്ടുള്ള ഒരു വാർത്താദിനം. കഴിഞ്ഞ ദിവസം ഉറങ്ങാതെ മാധ്യമലോകവും അതേപോലെ തന്നെ നീതിന്യായ പീഠവും ഒക്കെ പ്രവർത്തിച്ചു. അതിന്റെ ക്ലൈമാക്സിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ കാണാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകമാണ് എന്താണ് നടക്കുന്നത് എന്നറിയാൻ രാജ്യം കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ നാടകം കർണാടകയിൽ തുടരുന്നു. കർണാടകയിലെ അധികാര തർക്കത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് നിർണായക നടപടികൾ. യെദ്യൂരപ്പയെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ച ഗവർണറുടെ നടപടി ശരിയായോ എന്ന് സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കും. ഭൂരിപക്ഷം അവകാശപ്പെട്ട് യെദ്യൂരപ്പ ഗവർണർക്ക് നൽകിയ കത്തുകൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സുപ്രീം കോടതി സാധുത നൽകുമോ? കോൺഗ്രസും BJPയും JDSും മാത്രമല്ല രാജ്യമാകെ ഉറ്റുനോക്കുകയാണ് ഇന്നത്തെ സുപ്രീം കോടതി നടപടികൾ. ഇന്നലെ പുലർച്ചെ വരെ നീണ്ട വാദത്തിനു ശേഷം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞ. എന്നാൽ ഭൂരിപക്ഷം അവകാശപ്പെട്ട് യെദ്യൂരപ്പ 15-ാം തീയതിയും 16-ാം തീയതിയും ഗവർണർക്ക് കൈമാറിയ കത്തുകൾ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം. ഭൂരിപക്ഷമുണ്ടെന്ന് ബോധ്യപ്പെട്ടാണോ ഗവർണർ തീരുമാനമെടുത്തതെന്നാണ് കോടതി പരിശോധിക്കുക. പിന്തുണയെപ്പറ്റി കൃത്യമായി കത്തിൽ പരാമർശമില്ലെങ്കിൽ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് കോൺഗ്രസ് കോടതിയോട് ആവശ്യപ്പെടും. എന്നാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനാൽ ഗവർണറുടെ തീരുമാനം മാനിച്ച് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണമെന്നാകും BJPയുടെ വാദം. ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസത്തെ സാവകാശം നൽകിയ ഗവർണറുടെ നടപടിയെ കോടതി ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ കോടതി അവസരം നൽകുകയാണെങ്കിൽ തന്നെ അതിനുള്ള സമയപരിധി വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത. വേനലവധിക്ക് മുൻപുള്ള അവസാന പ്രവൃത്തി ദിവസമായതുകൊണ്ട് ഇന്നു തന്നെ കേസിൽ കോടതി തീർപ്പ് കൽപ്പിക്കുമെന്നാണ് ഹർജിക്കാരുടെ പ്രതീക്ഷ. ആംഗ്ലോ ഇന്ത്യൻ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് JDS സഖ്യം നൽകിയ പുതിയ ഹർജിയും കേസിൽ കക്ഷി ചേരാനുള്ള മുതിർന്ന അഭിഭാഷകൻ രാംജത്ത് മലാനിയുടെ അപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്കെത്തും. ന്യൂസ് 18 ഡൽഹി. അതേസമയം ഇന്നലെ രാത്രിയോടെ ബംഗളൂരു വിട്ട കോൺഗ്രസ് JDS MLA മാർ കേരളത്തിലേക്കാണ് വരുന്നതെന്നാണ് സൂചന. ഇന്നലെ അർദ്ധരാത്രിയോടെ ബംഗളൂരു വിട്ട MLA മാർ പുതുച്ചേരിയിലേക്ക് പോകുമെന്ന് HD കുമാരസ്വാമി ആദ്യം പറഞ്ഞിരുന്നു. I think day after tomorrow, all central leaders, they will go to meet President of India and they wanted to give the representation. All are traveling in the bus. All MLAs, they will be stay unitedly. They will going to stay in the same place. ಪಾಂಡಿಚೇರಿಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ತಕ್ಕಂತ ಒಂದು ತೀರ್ಮಾನ ಮಾಡಿ ಅಲ್ಲಿ ಎಲ್ಲ ರೀತಿಯ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿದ್ದೇವೆ. ಯಾವುದೇ ರೀತಿಯ ಆ ರೀತಿಯ ಇಲ್ಲ, ಈಗಾಗಲೇ ತೀರ್ಮಾನ ಆಗಿದೆ. ಎಲ್ಲ ಅಲ್ಲಿ ಪಾಂಡಿಚೇರಿನಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಗೌರ್ಮೆಂಟೇ ಇರ್ತಕ್ಕಂಥದ್ರಿಂದ ಎಲ್ಲರೂ ಅಲ್ಲಿಗೆ ಹೋಗ್ತಕ್ಕಂಥ ನಿರ್ಧಾರ ಮಾಡಿದ್ದಾರೆ. ಪಾಂಡಿಚೇರಿ ഇപ്പോഴും വ്യക്തമാകുന്നില്ല. റോഡ് മാർഗം യാത്ര ചെയ്യുന്ന MLA മാർ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചന. ബംഗളൂരുവിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും പാലക്കാട് നിന്നും രാഹുൽ ദാസും ചേരുന്നു. ആദ്യം രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക്. രഞ്ജിത്ത്, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് MLA മാർ പുറപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നും ലഭിക്കുന്ന സൂചന എങ്ങോട്ടാണ് ഈ MLA മാർ പോകുന്നത്? ഈ കോൺഗ്രസ് MLA മാരും അതോടൊപ്പം JDS MLA മാരും ഒരേ റൂട്ടിൽ തന്നെ പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം രഞ്ജിത്ത്? സുരേഷ്, ഏതായാലും ഇക്കാര്യത്തിൽ നമുക്കിപ്പോഴും കൃത്യമായ ഒരു സൂചന ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഇന്നലെ രാത്രി നീണ്ടുനിന്ന ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് 11 മണിക്ക് ശേഷം MLA മാർ ഇവിടെ ഈഗിൾട്ടൺ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയും ബസ്സിലും കാറിലുമായി ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെയും ദൾ പ്രവർത്തകരുടെയും അകമ്പടിയോടെ പുറപ്പെടുകയും ചെയ്ത് ഇന്നലെ രാത്രി വൈകി വരെ നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ അനുസരിച്ച് 3 വിമാനങ്ങളിലായി ഈ MLA മാർ കേരളത്തിലേക്ക് എത്തും. അത്തരത്തിൽ കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ 150 മുറികൾ
MLA-മാർക്കായി ബുക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്ത മുറികളൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ഹോട്ടലിൽ റൂമുകൾ അവർക്കായി തുടരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഒരു പക്ഷേ അനുമാനിക്കാം കേരളത്തിലേക്കാണ് എത്തിക്കുക എന്നത്. കേരളത്തിലേക്ക് എത്തിക്കുന്നത് കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന ബോധ്യം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം ദൾ നേതാക്കൾക്കുമുണ്ട്. നമുക്കറിയാം ഇവിടെ ജനതാദൾ ഭരണകക്ഷിയുടെ ഭാഗമാണ്. അവരുടെ ഒരു മന്ത്രി മാത്യു ടി തോമസ് മന്ത്രിസഭയിലുണ്ട്. അദ്ദേഹം നേരിട്ടിടപെട്ടാണ് ഇന്നലെ ഒരു പക്ഷേ വിമാനത്താവളത്തിൽ വന്നിരുന്നെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഇതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇന്നലെ കുമാരസ്വാമി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യങ്ങളിലൊന്ന് പുതുച്ചേരിയിലേക്കാണ് പോകുന്നത് MLA-മാർ. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം പുതുച്ചേരിയിലേക്കാണ് പോകുന്നത് എന്ന സൂചന നൽകിയിരുന്നു. ഒപ്പം ഹൈദരാബാദും ഇവരുടെ പരിഗണനയിലുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ വാളയാറിലടക്കം സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് സുരേഷ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. രഞ്ജിത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരാം. ഈ MLA-മാരുടെ യാത്രയെക്കുറിച്ച് തന്നെയാണ്. കാരണം രാഹുലാണ് ഇനി ഇപ്പോൾ പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകുന്നത്. രാഹുലെ, പാലക്കാട് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലേക്ക് തന്നെയാണ് MLA-മാർ വരുന്നത് എന്നാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചെക്ക് പോസ്റ്റിൽ പാലക്കാട് ചെക്ക് പോസ്റ്റിൽ വളരെ ശക്തമായ സുരക്ഷ തന്നെയാണോ ഏർപ്പെടുത്തിയിരിക്കുന്നത്? രാഹുലിന്റെ ടെലിഫോണിൽ എന്തോ തകരാറുണ്ട്. ഒരിക്കൽ കൂടി രഞ്ജിത്തിലേക്ക് തന്നെ. രഞ്ജിത്ത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിൽ ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമാണ്. യെദ്യൂരപ്പ വീഴുമോ വാഴുമോ എന്നൊക്കെ നിശ്ചയിക്കുന്ന ദിവസം. അതോടൊപ്പം തന്നെ അനുകൂല തീരുമാനമുണ്ടായാൽ എങ്ങനെയായിരിക്കും, പ്രതികൂലമാണ് തീരുമാനമെങ്കിൽ എന്തായിരിക്കും രാഷ്ട്രീയ പ്രതികരണം, എങ്ങനെയാണ് ബാംഗ്ലൂരും കർണാടകയും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? രഞ്ജിത്ത. സുരേഷ്, ഈ ദേശീയ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഏതാണ്ട് 3 ദിവസമായി. പ്രത്യേകിച്ചും യെദ്യൂരപ്പയുടെ ഇന്നലത്തെ കോടതി വിധിയോടെയുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമുക്ക് ഇന്ന് അറിയേണ്ട ഒരു കാര്യം, വെറും 24 മണിക്കൂർ മാത്രം തുടരുന്ന ഒരു മുഖ്യമന്ത്രിയായി യെദ്യൂരപ്പ മാറുമോ എന്ന കാര്യമാണ്. കോടതിയുടെ ഇന്നലത്തെ ചില നിഗമനങ്ങൾ യെദ്യൂരപ്പയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യകരമല്ല. പ്രത്യേകിച്ചും ഗവർണറുടെ വിവേചനാധികാരം സംബന്ധിച്ച് ഒറ്റക്കക്ഷി ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മറ്റൊരു മുന്നണി കൃത്യമായി ഭൂരിപക്ഷത്തിന്റെ കത്ത് ഹാജരാക്കിയിട്ടും ഗവർണർ യെദ്യൂരപ്പയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിച്ച കാര്യങ്ങൾ അനുസരിച്ച് ഒക്കെ കോടതി പരിഗണിക്കും. യെദ്യൂരപ്പയോട് നേരത്തെ ഗവർണർ കൈമാറിയ കത്ത് ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം എടുത്ത ചില തീരുമാനങ്ങൾ, ആംഗ്ലോ ഇന്ത്യൻ MLA നിയമിച്ച അടക്കമുള്ള തീരുമാനങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ന് യെദ്യൂരപ്പയ്ക്ക് കൂടുതൽ സമയം നീട്ടി നൽകുക ഭൂരിപക്ഷം തെളിയിക്കാൻ, അത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ BJP ക്യാമ്പിന് അത് വലിയ ആശ്വാസമാകും. വീണ്ടും ദൾ കോൺഗ്രസ് ക്യാമ്പുകൾ അങ്കലാപ്പിലാകുകയും ചെയ്യും. കുറച്ച് സമയം 1-2 ദിവസം മാത്രം നൽകുകയും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ യെദ്യൂരപ്പയ്ക്ക് തൽക്കാലം മുഖ്യമന്ത്രിയായി തുടരാൻ ഉള്ള സാഹചര്യമില്ല എന്ന കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്താൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നും ശക്തമായ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നലെ മുകുൾ റോഹ്തഗി അടക്കം ഈ വിഷയത്തിൽ ശക്തമായ വാദം യെദ്യൂരപ്പയ്ക്ക് അനുകൂലമായി ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഒരു പരിധിവരെ ഇന്നലത്തെ കോടതി നിരീക്ഷണങ്ങൾ യെദ്യൂരപ്പയ്ക്ക് ഒട്ടും ഗുണകരമല്ല എന്നാണ് BJP ക്യാമ്പിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം BJP ക്യാമ്പിൽ അത്ര ആശാസ്യകരമല്ല കാര്യങ്ങൾ. അവർ പ്രതീക്ഷിച്ച MLA-മാരെ ഇപ്പുറത്ത് മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമങ്ങളൊന്നും അവർക്ക് വിജയിപ്പിക്കാനായിട്ടില്ല. 3 MLA-മാർ ഇപ്പുറത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും അത്ര സ്ഥിരീകരണമുള്ള കാര്യമല്ല. ഏതായാലും കർണാടകയാണ്, അവിടെ എന്തും സംഭവിക്കാം. എന്തു കാര്യത്തിലും ഏത് നിമിഷവും തീരുമാനങ്ങൾ മാറിമറിയാം. പക്ഷേ യെദ്യൂരപ്പ ഇപ്പോഴും പറയുന്നത് തനിക്ക് അധികം സമയം വേണ്ട ഭൂരിപക്ഷം തെളിയിക്കാൻ. തനിക്ക് ഭൂരിപക്ഷം തെളിയിക്കാനാകും നിയമസഭയിൽ. അതിനുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ തന്റെ പക്കലുണ്ട്. ഇന്നലെ രാത്രി വൈകി നമ്മൾ BJP ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തി ഇനി എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി വൈകിയാണ് നേതാക്കളൊക്കെ വിട്ടുപോയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ MLA-മാരെ കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അല്പം മുൻതൂക്കമുള്ളത് കോൺഗ്രസ് ദൾ ക്യാമ്പിനാണ് എന്ന് പറയാം. അവർ വിചാരിച്ചതുപോലെ MLA-മാരെ കടത്താൻ സാധിച്ചു. പക്ഷെ നിയമസഭയിൽ എന്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കിനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഒപ്പം കോടതിയിലെ സംഭവവികാസങ്ങളും ഏറെ നിർണായകമാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം. സുരേഷ്. യെസ്, റൈറ്റ്. രാഹുലിലേക്ക് പോകാം. രാഹുൽ കേൾക്കാമോ? രാഹുൽ,
രാവിലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് തന്നെയാണ് എന്നാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എത്രത്തോളം സുരക്ഷയാണ് വാളയാർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഈ MLA മാർ കേരളത്തിലെത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ വാളയാറിൽ പോലീസിന് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഔദ്യോഗികമായി പോലീസിന് യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മൾ വാളയാർ SIയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും സാഹചര്യത്തിൽ MLA മാർ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പോലീസിനെ വാളയാറിൽ വിന്യസിക്കുന്നതാണ് അവരുടെ വിശദീകരണം. ഇതോടൊപ്പം കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഈ അതിർത്തിയിൽ ഇതേപോലെയുള്ള ഒരു ജാഗ്രത പാലിക്കുന്നുണ്ടോ, അതോ കേരള പോലീസിന്റെ ഭാഗത്ത് മാത്രമാണോ ജാഗ്രത? ഇനി ഈ വാളയാർ അല്ലാതെ പാലക്കാട് മറ്റേതെങ്കിലും ഒരു ഓപ്ഷൻ ഇത്തരത്തിലുള്ള ഈ MLA മാർക്ക്, കാരണം മാധ്യമങ്ങൾക്ക് ഒരു മുഖം നൽകാതെ രഹസ്യമായി ഈ താമസ കേന്ദ്രത്തിൽ എത്തുക എന്നുള്ളതാണ് തുടക്കം മുതൽ ഇവർ ആലോചിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാളയാർ ഒഴികെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെയാണ് പാലക്കാടിന്റെ ആ ഒരു ജിയോഗ്രഫി പറയാൻ പറ്റുക രാഹുൽ? സുരേഷ്, MLA മാർ എന്തായാലും കേരളത്തിലേക്ക് വരണമെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ്, അതായത് വാളയാർ ടോൾ പ്ലാസ കഴിഞ്ഞ് തന്നെ വരേണ്ടിയിരിക്കുന്നു. MLA മാർക്ക് ഇത് തന്നെയാണ് കൃത്യമായി ഇവിടെ പാലക്കാട് വഴി കൊച്ചിയിലേക്ക് എത്താനുള്ള ഏക മാർഗവും. യെസ്, റൈറ്റ്. രാഹുൽ തുടരുക. രഞ്ജിത്ത് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ഈ പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസ് MLA മാർ കേരളത്തിലേക്ക്, ഹൈദരാബാദിലേക്ക് JDS MLA മാർ എന്നും പറയുന്നത് കേൾക്കുന്നു. ഇത്തരത്തിൽ രണ്ട് ഭാഗത്തേക്ക് ഇവർ പോകാനുള്ള സാധ്യതയുണ്ടോ? അതുമല്ലെങ്കിൽ ഈ 118 പേരെന്ന് കോൺഗ്രസും JDSും അവകാശപ്പെടുന്നു. അത്രയും പേർ ഒരുമിച്ച് നിൽക്കാനാണോ സാധ്യത? എന്താണ് അവിടെ നിന്നും മനസ്സിലാക്കുന്നത് രഞ്ജിത്ത്? ഇന്നലെ നിയമസഭാ മന്ദിര വിധാൻ സൗദയ്ക്ക് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കണ്ട കാഴ്ച അനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഈ നേരത്തെ ഉള്ള ദൾ കോൺഗ്രസ് ഭിന്നതകളൊക്കെ മാറി അവർ ഐക്യത്തോടെ കുമാരസ്വാമിയും ഒപ്പം സിദ്ധരാമയ്യയും തോളോട് തോൾ ചേർന്ന് സമരം നയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഈ ഐക്യം താഴെ തട്ടിലേക്കും ഇപ്പോൾ പടർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് ഒരു സഖ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കർണാടകയിലെ പ്രത്യേക സാഹചര്യത്തിൽ BJPയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഒറ്റക്കെട്ടായി കൈമെയ്മറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ദൾ കോൺഗ്രസ് MLA മാർ ഒരുപോലെയാണ് പുറപ്പെട്ടിരിക്കുന്നത്, ഒരേ വഴിക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. ബസ്സിൽ ദളിന്റെയും കോൺഗ്രസിന്റെ MLA മാർ ഒരുമിച്ചുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുച്ചേരിയെ കുറിച്ച് കുമാരസ്വാമി പറഞ്ഞത് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും മാധ്യമപ്രവർത്തകരെ അടക്കം. പക്ഷെ കേരളത്തിൽ അവർ ഇന്നലെ വൈകുന്നേരം നമ്മൾ KC വേണുഗോപാൽ അടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലായത് കേരളത്തിൽ അവർക്കുള്ള ആശങ്ക ഈ മാധ്യമങ്ങളുടെ വലിയൊരു സാന്നിധ്യമാണ്. മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ MLA മാരുടെ പുറകെ ചെല്ലാനുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ മാധ്യമ പട ചെന്ന് ഈ ആശുപത്രിയിൽ ഈ ഹോട്ടലിൽ അടക്കം ചെന്ന് ഇവരെ കാണാനും മറ്റുമൊക്കെ ശ്രമിച്ചാൽ ഇപ്പോൾ ഇവർ പുലർത്തുന്ന ഒരു സ്വകാര്യത അത് ലംഘിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാതിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ദൾ ഭരണകക്ഷിയാണ്. ഭരണകക്ഷിക്കൊപ്പം കേരളത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ജനതാദൾ. ഇവിടുത്തെ കുമാരസ്വാമിയുടെ ഘടകം. അവിടെ ഒരു മന്ത്രിയുണ്ട്. മാത്യു തോമസ് നേരിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇന്നലെ വിമാനത്താവളത്തിൽ അടക്കം എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളവും അവർക്ക് സ്വീകാര്യമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റ് വിഷയങ്ങളൊന്നും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷേ പുതുച്ചേരി മുഖ്യമന്ത്രി അടക്കം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ അവിടുത്തെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ MLA മാർക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല കാര്യങ്ങൾ. കാരണം ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ നിഗൂഢതയുണ്ട്. രഞ്ജിത്തിലേക്ക് വരാം. കൊച്ചിയിൽ നിന്ന് സുവി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുവി കൊച്ചിയിലെ വിവരങ്ങൾ നൽകും. സുവി, കൊച്ചിയിൽ ഇന്നലെ മുതൽ എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. കാരണം MLA മാർ കൊച്ചിയിലേക്ക് എത്തും, കൊച്ചിയിലായിരിക്കും, ഗ്രൗണ്ട് പ്ലാസയിലായിരിക്കും അവരുടെ താമസം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ റൂമുകളെല്ലാം, ടിക്കറ്റുകളെല്ലാം, റൂം എടുത്തതെല്ലാം ക്യാൻസൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും എത്തുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും കേരളത്തിലേക്കാണ് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൊച്ചിയിലെത്താൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശക്തമായാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കേരള പോലീസ്?
രാജ്യമാകെ ഇളകി മറിഞ്ഞ കർണാടക രാഷ്ട്രീയത്തിന്റെ തട്ടകം കേരളത്തിലേക്ക് തന്നെ മാറുന്നു എന്ന സൂചനകളാണ് നമുക്കും ലഭിക്കുന്നത്. കുതിരക്കച്ചവടത്തിനായി BJP ക്യാമ്പ് രംഗത്തെത്തിയതോടെ MLA-മാരെ സുരക്ഷിത താവളത്തേക്ക് മാറ്റാൻ കോൺഗ്രസും JDS-ഉം തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ തന്നെ കൊച്ചിയിലേക്ക് ഇവർ എത്തും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ MLA-മാർക്ക് വേണ്ടി റൂമുകൾ ബുക്ക് ചെയ്തിരുന്നു. 123ഓളം റൂമുകൾ ബുക്ക് ചെയ്തതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കനത്ത സുരക്ഷാ സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും പോലീസിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പോലീസിന്റെ ഒരു സുരക്ഷ ഇപ്പോഴും ക്രൗൺ പ്ലാസയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് തന്നെ വരും എന്ന ഒരു സൂചനകൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് തട്ടകം മാറ്റുന്നു എന്ന ഒരു സൂചന ലഭിക്കുന്ന സാഹചര്യത്തിൽ കുമരകം, ആലപ്പുഴ ഭാഗങ്ങളിലേക്കും MLA-മാർ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കൊച്ചി സംസ്ഥാന സർക്കാർ MLA-മാർക്ക് അതായത് MLA-മാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം MLA-മാരെ താമസിക്കാൻ സുരക്ഷിതമായ ഒരു താവളം കേരളം തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവ് കോൺഗ്രസ് പാർട്ടിക്കകത്തും അതുപോലെ തന്നെ JDS-നകത്തുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് തന്നെ വരാനാണ് സാധ്യത. പക്ഷേ അത് കൊച്ചിയിലേക്കാണോ അതോ ആലപ്പുഴയിലേക്കാണോ കുമരകത്തേക്കാണോ വരുന്നത് എന്നത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സുവി വിശ്വനാഥാണ് കൊച്ചിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്നും രാഹുലായിരുന്നു. ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. ഏതായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് കർണാടക സർക്കാരിനും ഒരുപക്ഷെ വലിയൊരളവോളം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനുമൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെയാണ് MLA-മാരുടെ സുരക്ഷിത കേന്ദ്രത്തിലേക്കുള്ള താമസം മാറ്റവും. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഗോവ, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വരുന്നത്. ഗോവയിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് MLA-മാർ ഇന്ന് ഗവർണറെ കാണും. കർണാടകത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP-യെ ഗവർണർ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഗോവയിൽ കോൺഗ്രസിന്റെ നീക്കം. ഇതേ ആവശ്യം ഉന്നയിച്ച് ബീഹാറിൽ RJD നേതാക്കളും ഇന്ന് ഗവർണറെ കാണും. കർണാടക തർക്കം രാഷ്ട്രപതിയുടെ മുന്നിലേക്ക്. പ്രതിപക്ഷ കക്ഷി നേതാക്കൾ മറ്റന്നാൾ രാഷ്ട്രപതിയെ കണ്ട് പ്രതിഷേധം അറിയിക്കും. കോൺഗ്രസ് JDS സഖ്യത്തെ ഒഴിവാക്കി BJP സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണറുടെ നടപടിയിലുള്ള പ്രതിഷേധമാണ് കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ അറിയിക്കുക. പ്രശ്നത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന് കക്ഷി നേതാക്കൾ ആവശ്യപ്പെടുമെന്നാണ് സൂചന. സുപ്രീം കോടതി ജസ്റ്റിസ് J. ചലമേശ്വറിന്റെ അവസാന പ്രവൃത്തി ദിനമാണ് ഇന്ന്. ജൂണിലാണ് വിരമിക്കുന്നത് എങ്കിലും സുപ്രീം കോടതി വേനൽ അവധിക്ക് പിരിയുന്നതിന് മുൻപുള്ള അവസാന പ്രവൃത്തി ദിവസമാണ് ഇന്ന്. ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് ചലമേശ്വർ ജഡ്ജി നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടിലൂടെ ശ്രദ്ധേയനാണ്. ബാർ അസോസിയേഷൻ നൽകുന്ന യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന പ്രവൃത്തി ദിവസം ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ സിറ്റിംഗ് നടത്തുന്ന കീഴ്വഴക്കം അദ്ദേഹം തെറ്റിക്കാൻ ഇടയില്ല. അതുപോലെ LDF സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന് തുടക്കമാവുകയാണ്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കണ്ണൂരിൽ നടക്കും. PRD സഹായ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സർക്കാർ ധനസഹായ പദ്ധതികൾ എന്ന കൈപ്പുസ്തക പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും അതിന് ലഭിച്ച ദേശീയ അന്തർദേശീയ ബഹുമതികളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് വാർഷികാഘോഷ പരിപാടികൾ. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂർ ജില്ലയിൽ PRD നടപ്പിലാക്കുന്ന സഹായ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. എല്ലാ ജില്ലകളിലും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോട് അനുബന്ധിച്ച് 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ബഹുമുഖമായ പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നാളെ വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നത്. ഉദ്ഘാടന വേദി അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന 6000 ചെടികൾ പിന്നീട് ജില്ലയിലെ വിവിധ സ്കൂളുകൾക്ക് വിതരണം ചെയ്യും. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന പൊൻകതിർ പ്രദർശനവും കണ്ണൂരിൽ നടക്കും. മെയ് 30-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടികളോടെ സർക്കാർ വാർഷികാഘോഷങ്ങൾക്ക് സമാപനമാകും. അതേസമയം ആഘോഷ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടത്തിയ മെഗാ തൊഴിൽമേളയിലേക്ക് 6000-ലേറെ ഉദ്യോഗാർത്ഥികളാണ് എത്തിയത്. ന്യൂസ് 18 കണ്ണൂർ.
റമദാനിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന ഇടമാണ് റമദാൻ മാസത്തിലുള്ള ഇഫ്താർ വിരുന്നുകൾ. ഇക്കുറി പരമാവധി ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് നോമ്പുതുറ ചടങ്ങുകൾ നടക്കുന്നത്. മലപ്പുറത്ത് മഅദിൻ അക്കാദമി സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ചിട്ടുള്ള നോമ്പുതുറയിലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ രീതിയിൽ തന്നെയാണ് എല്ലാ ചടങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. പ്രാർത്ഥനകളാൽ പുണ്യം തേടുന്ന റമദാൻ മാസത്തിൽ നോമ്പുതുറകൾ മതസഹോദര്യത്തിന്റെ ഇടങ്ങളാണ്. മലപ്പുറത്തെ മഅദിൻ അക്കാദമിക്ക് കീഴിൽ നടക്കുന്ന ഇഫ്താർ വിരുന്നിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. 1,00,000 പേർക്ക് റമദാൻ മാസത്തിൽ വിരുന്നൊരുക്കാനുള്ള നീക്കമാണ് അക്കാദമി നടത്തുന്നത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാരായ ആളുകൾ, ഇത്തരം ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇഫ്താറാണ് അനേകം വർഷങ്ങളായിട്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഒരുക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇഫ്താർ വിരുന്ന്. ഭക്ഷണ വിതരണത്തിന് വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. മഅദീനിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിനൊപ്പം വിവിധ ഭവനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും ഇഫ്താറിന്റെ ഭാഗമാക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അമിത് മീണയായിരുന്നു ഇഫ്താറിൽ അതിഥി. എല്ലാ ഇഫ്താർ ഗാദറിങ്സ് നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ രീതിയിൽ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗാദറിങ്സ് ആണ് ഈ ഇഫ്താറിൻ്റെ. ഈ പ്രാവശ്യം ഇവിടുത്തെ മഅദിൻ അക്കാഡമിയുടെ ഒരു ഡിക്ലറേഷനാണ് 27th ഡേയിൽ 1,00,000 കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഇഫ്താറിൽ ഗ്രീൻ പ്രോട്ടോകോളായ രീതിയിൽ നമുക്ക് ചെയ്യാം. റമദാൻ മാസത്തിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ, മതപ്രഭാഷണങ്ങൾ എന്നിവയും മഅദിൻ അക്കാദമിയിൽ നടക്കും. ന്യൂസ് 18 മലപ്പുറം.